എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്ത് തന്നെ 3 ബെഡ്റൂമിൻ്റെ പുതിയ വീടിൻ്റെ വീഡിയോ നമ്മൾ 2-3 ദിവസം മുൻപേ തന്നെ ചെയ്തിരുന്നു. അത് കാണാത്തവർ ഉണ്ടെങ്കിൽ അത് കാണുക. ഈ വീട് 1325 സ്ക്വയർ ഫീറ്റിൽ 4.800 സെൻറ്റ്, 5 സെൻറ്റിന് സ്വല്പം കുറവായിട്ടുള്ള 4.800 സെൻറ്റ് സ്ഥലത്തിൽ 3 ബെഡ്റൂം, ആവശ്യമാണെങ്കിൽ 4 ബെഡ്റൂം ആക്കിയെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മനോഹരമായ രീതിയിൽ വീടിൻ്റെ ഉള്ളിൽ ഡിസൈൻ വർക്ക് നടത്തിയിട്ടുള്ള 3 ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ്. ഈ വീടിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുറ്റത്തുള്ള ഇൻ്റർലോക്ക് കട്ടിങ് കാര്യങ്ങളുള്ള അല്ലറ ചില്ലറ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ടു മൂവ് ആയിട്ടുള്ള ഒരു വീടാണ്. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ട 1-2 ചെറിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്ത് പറയുന്നുണ്ട്. അതും കൂടി ആവശ്യക്കാർ കേൾക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോകളൊക്കെ ഒരു ലൈക്കും ചെയ്യുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊഴുക്കുള്ളി പ്രദേശത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ, മണ്ണുത്തി സെൻറ്ററിൽ നിന്നും 3.5 കിലോമീറ്റർ, നടത്തറ സെൻറ്ററിൽ നിന്നും 3.5 കിലോമീറ്റർ, ഹൈവേയിൽ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ, ബസ് റൂട്ടിൽ നിന്നും 200 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1325 സ്ക്വയർ ഫീറ്റിൽ 4.800 സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം 56 ലക്ഷം രൂപ വില വരുന്ന നേരിയ തോതിൽ മാത്രം നെഗോഷ്യബിൾ ആയിട്ടുള്ള 3 ബെഡ്റൂമിൻ്റെ, ആവശ്യമാണെങ്കിൽ 4 ബെഡ്റൂം ആക്കി എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിന് അനുയോജ്യമായ രീതിയിൽ കോണി വന്ന് ലാൻഡാകുന്ന മുകൾ ഭാഗത്ത് ഒരു 200 സ്ക്വയർ ഫീറ്റ് ഭാഗം ഹാളിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. അത് ഹാളായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ബെഡ്റൂം ആക്കിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിലവിൽ 3 ബെഡ്റൂമിൻ്റെ പുതിയ വീടാണ്. വീടും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളും കാര്യങ്ങളും കൃത്യമായി കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ കൃത്യതയോടെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, നമ്മൾ പേപ്പർ വർക്കാണ്. എല്ലാവർക്കും പ്രോപ്പർട്ടി വാങ്ങുന്ന എല്ലാവർക്കും തന്നെ ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പേപ്പർ വർക്കുകൾ. അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും വലിയ തലവേദന. അത് വളരെ സിമ്പിളായിട്ടാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കുന്നത്. പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുമ്പോൾ തന്നെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നമ്മൾ വാങ്ങി, ഒന്നില്ലെങ്കിൽ നമ്മൾ ലീഗൽ അഡ്വൈസർ എടുത്തോ അല്ലെങ്കിൽ അത് പ്രോപ്പർട്ടി രേഖകൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്ന നല്ല ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് പൂർണ്ണമായും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റ് കാര്യത്തിലേക്ക് വരിക. അതല്ലാതെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്, ടോക്കൺ കൊടുത്തു പിറ്റേ ദിവസം ആ എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ പരിശോധിച്ച് വരുമ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ കുറവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ബുദ്ധിമുട്ടാകുമ്പോൾ പിന്നെ ആ കൊടുത്ത അഡ്വാൻസ് നമുക്ക് തിരിച്ച് കിട്ടാൻ ആ വീട് സ്ഥലമായാലും വിൽക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് മാത്രമാണ് അത് തിരിച്ച് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കരാറ് കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക. അതുപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി നിലവിൽ ലഭിക്കുന്നവർക്കായാലും അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഇത്ര രൂപ എല്ലാ മാസവും മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഏത് ബാങ്കിൽ നിന്നായാലും നമുക്ക് ലോൺ സൗകര്യം ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ സാലറിയുടെ പകുതിയും പ്രോപ്പർട്ടിയുടെ 80-90%. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി പറയുന്നതാണ്. ഓക്കെ.